കേരള രാഷ്ട്രീയത്തിൽ പരാജയ ഭീതി എത്രയുണ്ടോ അത്രയും അതറിഞ്ഞ ഒരു പ്രതിപക്ഷവും അവരുടെ നേതാവും ചേർന്ന് നടത്തുന്ന ഏറ്റവും പുതിയ അണിയറ നാടകത്തിന്റെ തിരശീലകൾ ഇപ്പോൾ വിഴിഞ്ഞത്തുയരുകയാണ്. സ്വന്തം പാർട്ടിക്കുള്ളിൽ പുകയുന്ന ആഭ്യന്തര കലാപങ്ങളിൽ നിന്നും തന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിലനിൽപ്പിൽ നിന്നുമൊക്കെ മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധ തിരിക്കാൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കളിക്കുന്ന ഒരു രാഷ്ട്രീയ കളിയുണ്ട്. അതിനായി അവർ കരുവാക്കുന്നത് കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യവും ശ്രദ്ധേയവുമായ കാര്യം. വിഴിഞ്ഞം പോർട്ട് MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയതിന് പിന്നിൽ അദാനി ഗ്രൂപ്പിന്റെ സമ്മർദ്ദമാണ് എന്നാണ് ദേശാഭിമാനി പത്രത്തിന്റെ കണ്ടെത്തൽ. തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണത്. അദാനിയോട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധീരമായ നിലപാട് സ്വീകരിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ സ്വന്തം അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതി അദാനിക്ക് ലാഭമുണ്ടാക്കാനുള്ള വെറും ഓഹരി കച്ചവട കേന്ദ്രമാക്കി മാറ്റാൻ പുതിയ UDF സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്ന പുകമറ സൃഷ്ടിച്ച് ഭരണപക്ഷത്തെ കരിവാരി തേക്കുക, ഇത് മാത്രമാണ് CPMന്റെ ലക്ഷ്യം. മുഖ്യമന്ത്രി VD സതീശൻ മംഗളൂരുവിലേക്ക് ചാർട്ടേഡ് വിമാനത്തിൽ രഹസ്യയാത്ര നടത്തി എന്നും അതിനുശേഷമാണ് തുറമുഖ വകുപ്പ് കൈക്കലാക്കി ദിവ്യ എസ് അയ്യരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുമുള്ള കഥകൾ മെനയുന്നതിന് പിന്നിൽ കൃത്യമായ തിരക്കഥയുണ്ട്. അത് രാഷ്ട്രീയവുമാണ്. കോൺഗ്രസ് കുടുംബ പശ്ചാത്തലമുള്ള ദിവ്യ എസ് അയ്യരെ മുൻനിർത്തി കളിച്ചാൽ അത് UDFനുള്ളിൽ ഭിന്നതയുണ്ടാക്കുമെന്നും പുതിയ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാമെന്നുമാണ് കുപ്പിവെള്ളത്തിനൊക്കെ ശേഷം പിണറായി വിജയൻ ഇപ്പോൾ കണക്ക് കൂട്ടുന്ന പുതിയ തിരക്കഥ. എന്നാൽ പുതിയ ഭരണത്തിന് കീഴിൽ വിഴിഞ്ഞം തുറമുഖം വലിയ വിദേശ നിക്ഷേപങ്ങളോടെ അതിവേഗം യാഥാർത്ഥ്യത്തിലേക്ക് കുതിക്കുമ്പോൾ ആ വികസന ക്രെഡിറ്റ് UDF കൊണ്ടുപോകാതിരിക്കാനുള്ള ഒരു വെപ്രാളമാണ് ഇപ്പോൾ LDF ക്യാമ്പിൽ അത്രയും കാണുന്നത്. 2 തവണ വാർത്താ സമ്മേളനം നടത്തിയിട്ടും മുഖ്യമന്ത്രി സതീശൻ മൗനം പാലിക്കുന്നത് കുറ്റസമ്മതമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം. എന്നാൽ പാർട്ടിക്കുള്ളിൽ സ്വന്തം കസേര തെറിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന ഒരു നേതാവിന്റെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾക്ക് മറുപടി നൽകി സമയം കളയാനില്ല എന്ന UDFന്റെ രാഷ്ട്രീയ നിലപാടാണ് ആ മൗനത്തിനൊക്കെ പിന്നിൽ. സഭയ്ക്കുള്ളിൽ സർക്കാരിനെ പൂട്ടുമെന്നും സഭയ്ക്ക് പുറത്ത് തീരദേശ ജനതയെ ഇളക്കിവിട്ട് സമരം ചെയ്യുമെന്നും CPM ഭീഷണിപ്പെടുത്തുമ്പോൾ ജനങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാണ്: ഇത് വിഴിഞ്ഞത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല, മറിച്ച് പിണറായി വിജയൻ എന്ന നേതാവിന് രാഷ്ട്രീയമായി ജീവൻ നിലനിർത്താൻ വേണ്ടി നടത്തുന്ന വെറുമൊരു രാഷ്ട്രീയ അഭ്യാസ പ്രകടനം മാത്രമാണ് എന്ന്.